ഹായ് സുഹൃത്തുക്കളെ, ഒരു അമ്മ തൻ്റെ കുട്ടി മിഠായി കഴിച്ച് പല്ല് ചീത്തയാക്കുന്നു എന്ന ഒരു കംപ്ലൈൻറ്റോടുകൂടെ മുതിർന്ന മഹാനായ ഒരു വ്യക്തിയെ കാണാൻ പോകുകയും അദ്ദേഹത്തിനോട് കുട്ടിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആ വൃദ്ധനായ ആ മഹാനായ വ്യക്തി, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരൂ, എന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു. ആ അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാം എന്ന നിലയിൽ അവര് വീണ്ടും തിരിച്ചുപോയി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നപ്പോൾ കുട്ടിയെ അരികിലേക്ക് വരാൻ പറഞ്ഞ് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആ കുട്ടിയോടായി പറഞ്ഞു, മിഠായി കഴിക്കരുത്, പല്ല് ചീത്തയാകും, നന്നായി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഉപദേശിക്കുകയും ആ കുട്ടി ബഹുമാനത്തോടെ അനുസരിക്കുകയും മാത്രമല്ല അമ്മയ്ക്ക് വളരെ സന്തോഷമാവുകയും ചെയ്തു. എന്നിട്ട് തിരിച്ചു പോകാൻ നിന്നെങ്കിലും ആ അമ്മയ്ക്ക് ഒരു സംശയം അദ്ദേഹത്തിനോടായിട്ട് ചോദിച്ചു, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ഇത് പറയാമായിരുന്നല്ലോ, എന്താണ് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോ ആ വൃദ്ധനായ മഹാനായ വ്യക്തി പറഞ്ഞു, എനിക്കും മിഠായി കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. ഈ ഒരാഴ്ചയായിട്ട് ഞാൻ ഇപ്പോൾ മിഠായി കഴിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് ഉപദേശിക്കാൻ യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞത് എന്ന് അദ്ദേഹം പറഞ്ഞു. ആ കുട്ടിയെ ഉപദേശിക്കുന്നതിന് മുമ്പ് താൻ അതിന് യോഗ്യനാകുകയും അതിനുശേഷമാണ് ആ കുട്ടിയെ ഉപദേശിക്കുകയും ചെയ്തത്. ഒരു നല്ലൊരു മെസ്സേജ് നമ്മൾക്ക് തന്ന ആ മഹാനായ വൃദ്ധനായ വ്യക്തി, നമ്മളെല്ലാം സ്നേഹത്തോടെ ബാബുജി എന്ന് വിളിക്കുന്ന നമ്മുടെ മോഹൻദാസ് കരംചന്ദ്ര ഗാന്ധിജിയാണ്. അദ്ദേഹം പറയുന്നത്, മാറ്റങ്ങൾ വേണമെങ്കിൽ അത് നമ്മളിൽ നിന്ന് വേണം ആദ്യം തുടങ്ങാൻ എന്നാണ്. ഓക്കെ, താങ്ക് യു.